ഇട്ടത് പഠിച്ച്. ഹായ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിൽ വീണ്ടും സാധനം കേട്ടോ. അപ്പം ഇന്നത്തെ പോലെ തന്നെ ഇന്ന് ഇറങ്ങിയിട്ടുണ്ട് ചൂണ്ടയായിട്ട്. അപ്പം കുറച്ച് മീൻ കിട്ടിയായിരുന്നു. വലിയ സൈസൊന്നുമില്ല, ഒരുപാട് സൈസ് ഇല്ലാത്ത, ഇതിനകത്ത് ഒരെണ്ണാണ്ടേ ഒന്നോ തോന്നുന്നു. ഒരു അത്യാവശ്യം സൈസുള്ള എല്ലാം ചെറുതല്ല, ഒരു 3/4 കിലോ 6 കിലോ കിട്ടുന്നത്. പിന്നെ ഇത് നിങ്ങൾ ചോദിക്കുക തന്നെ ഇത്രയും ചെറുതിനെ പിടിച്ച് കൂടുന്നതന്നെയാണ് ചോദിക്കട്ടോ. ഞങ്ങളുടെ ഇരിക്കുന്ന ഈ ഫ്രോഗ് എന്ന് പറഞ്ഞാൽ ഫ്രോഗ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചു വിട്ടാൽ ചത്തു ഉറപ്പായിട്ടും. ആ രീതിയിലാണ് ആ ഫ്രോഗിൻ്റെ കുക്കാകുന്നത്. പിന്നെ വെറുതെ നമ്മൾ പിടിച്ച് ഇതിനെ കൊല്ലണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ, അല്ല അങ്ങനെ തിരിച്ചു വിട്ട് വെറുതെ ആക്കണ്ടെന്ന് വെച്ചാണ് തിരിച്ചു വിടാത്തത് കേട്ടോ. അപ്പം അതുകൊണ്ട് ചെറുതിനെ പിടിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ഞങ്ങളൊരു കിട്ടുന്ന, അതായത് നല്ല ഡാമേജ് കിട്ടാത്ത കിട്ടുന്ന ഞങ്ങൾ തിരിച്ചു വിടുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ഒരുപാട് വെറുപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകും. ഇട്ടത് പഠിച്ച്. ഫ്രോഗ് ചെന്ന് വായിക്കാത്ത വീണ പോലെ ഫ്രോഗ് ചെന്നേ. കരയുന്നായ നല്ല ഇതാ. ഞാൻ എറിഞ്ഞ ഒന്നും ചെയ്തില്ലേ, ചെന്ന് വീണെന്ന് പഠിച്ച്. ഫ്രോഗ് ചെന്ന് വീഴാൻ നോക്കിയിരിക്കുമായിരുന്നു, അതുപോലെ അടിച്ച്. എപ്പോഴും കിട്ടുന്ന റേഞ്ചേ ഉള്ളൂ. ഓ, ഫ്രോഗ് ഇരിക്കുന്നുണ്ടോ, ഒരു നമ്മുടെ സ്കോർപ്പിയോൺ അങ്ങ് ഉള്ളിൽ കയറിപ്പോയി. സൈസാണ്. അടിച്ചങ്ങനെ ചേറ്. ഫൈറ്റ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് വലുതായിരിക്കുമെന്ന്. ഈ റേഞ്ചിലുള്ളല്ലോ, എല്ലാം ഈ റേഞ്ചാണ്. ഭയങ്കര അഗ്രസീവാണ് ഫ്രോഗ്, കാണേണ്ട താമസം. ഇത്രയും ചെറുതായതുകൊണ്ട്. അടിച്ചങ്ങളെ അടിച്ചേ, അങ്കിളെ അടിച്ച്. വേണ്ട, കയറി. ആണോ? ആണോ? അങ്ങ് താഴെയായിരുന്നു, ഞാൻ വലുപ്പമായിരുന്നു.
ഒരുപാട് വലുപ്പമില്ല. അടി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് വലുതായിരിക്കും. ഏത്? ആ ആ വലുത് ഞെട്ടിപ്പോയി. നമുക്കിന്ന് കിട്ടിയത് ഏറ്റവും വലുതായിട്ടോ. ഒരു 1.5 കിലോ എന്തായാലും ഉണ്ട്. ശരി ഫൈറ്റും കാര്യങ്ങളായിരുന്നു. ഒരു വിധത്തിലാണ് കയറ്റിയത്. വെള്ളത്തിന് നടുക്ക് നിന്നറിയുന്നുണ്ടേ ആ പാടെ ഒരുപാട് പുറകോട്ട് വരണം അടിച്ചു കഴിയുമ്പോൾ. ഓക്കെ 4 എണ്ണം. അത് ലാസ്റ്റ് കിട്ടിയ ഭയങ്കര അടിയാണ്. ഇതേ ഉള്ളൂ അത്യാവശ്യം വലുത്. ബാക്കിയെല്ലാം ഒരു ചെറുതായി ഇറക്കതല്ല. അപ്പോൾ ഓക്കെ, ഇതുപോലെയുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.